ആദ്യമേ പറയട്ടെ, ഈ പ്രദേശത്ത് ഇപ്പോൾ അവിടെ പറഞ്ഞ യന്ത്രം കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് ഈ പ്രദേശത്ത് കൊണ്ടുവന്നിട്ട് ഒരു കാര്യമില്ല. ഒന്നുകിൽ ഒലിച്ചു പോകും, അല്ലെങ്കിൽ അത് ചെളിയിൽ പുതഞ്ഞു പോകും. ഈ രണ്ട് കാര്യങ്ങളിൽ ഒന്ന് മാത്രമേ സംഭവിക്കാനുള്ളൂ എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. കാരണം 2 വർഷം മുമ്പ് നമ്മൾ ഇതിൻ്റെ എല്ലാ ഫീച്ചേഴ്സും വളരെ വിശദമായി കൃഷിഭൂമിയിൽ നമ്മൾ പ്രേക്ഷകരെ പരിചയപ്പെടുത്തിയിരുന്നു. അത് ചങ്ങരോത്ത്, നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ചെങ്ങരോത്ത് എങ്ങനെയാണ് ഒരു പാടത്ത് കൃഷിയോഗ്യമാക്കുക എന്ന വിധത്തിലാണ് അത് ഉദ്ദേശിച്ചിരുന്നത്. 2 തരത്തിലാണ് അത് ചെയ്യുന്നത്. കായലുകളിൽ വലിയ തോതിൽ കുളവാഴയൊക്കെ വരികയാണെങ്കിൽ അത് കോരി മാറ്റി അവിടെ കൃഷിയോഗ്യമാക്കുക. മണ്ണ് വന്ന് അടിയുകയാണെങ്കിൽ, മണ്ണ് എന്ന് പറയുന്നത് നമ്മുടെ പാടത്തെ ആ ചെളിമണ്ണാണ്, ആ കളിമണ്ണാണ്. ആ മണ്ണ് നീക്കം ചെയ്യുന്ന അത് വന്ന് നിറയുന്ന തോടൊക്കെ വന്ന് നിറയുമ്പോൾ ഒരു തോടുമാന്തി എന്നൊക്കെ പറയാവുന്ന വിധത്തിൽ കൂടി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒന്ന്. ഇതിന് വേറൊരു രൂപമുള്ളത് കാശ്മീരിലാണ്. ശ്രീനഗറിൽ ആ തടാകത്തിൽ അവിടെ മാലിന്യങ്ങൾ കോരി മാറ്റാനും ഇത് ഉപയോഗിക്കാറുണ്ട്. കൊച്ചിയിലും സമാനമായൊരു സാഹചര്യത്തിൽ ഇതുകൊണ്ട് അങ്ങനെ മാലിന്യങ്ങൾ മാറ്റിയിരുന്നു. ഞാൻ ഇതിൻ്റെ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, വലിയ കുത്തൊഴുക്കുള്ളൊരു പുഴയിൽ ഇത് പ്രവർത്തിക്കാനാവില്ല. ആ വിധത്തിൽ ഇത് ഡിസൈൻ ചെയ്തിട്ടില്ല. 2 വർഷം മുമ്പ് നമ്മൾ അതിനുശേഷം ചില മോഡിഫിക്കേഷൻ വരുത്തിയിട്ടുണ്ട്. അത് പക്ഷേ ഈ ഒഴുക്കിനെ പ്രതിരോധിക്കുക തുടങ്ങിയ കാര്യങ്ങളിലൊന്നുമല്ല. അതിൻ്റെ ഒരു സെൽഫ് പ്രൊപ്പറിങ് എഫക്റ്റോ അതിൻ്റെ എന്താ പറയുക ബോയൻസിയോ, ഇത് മലയാളത്തിൽ പൊങ്ങിക്കിടക്കാവുന്ന വിധത്തിലുള്ള അതിൻ്റെ എഫിഷ്യൻസി ആണ് കൂടുതൽ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചത്. അവരുപയോഗിക്കുന്ന മലയാളത്തിലെ സാങ്കേതിക പദങ്ങൾ പ്ലവത്വം എന്നൊക്കെയാണ്. അതിനെ ചുരുക്കത്തിൽ പറഞ്ഞാൽ വെള്ളത്തിൽ പൊന്തിക്കിടക്കുകയും ചെറിയ ഒഴുക്കുകളെ പ്രതിരോധിക്കുകയും ചെയ്യുക. അതിനപ്പുറത്ത് നമ്മുടെ നാട്ടിൽ പോലും ഒരു മഴക്കാലത്ത് ഒരു പുഴയിലും ഇതുവരെ പരിശോധിച്ചിട്ടില്ല. കാരണം അത് അത്തരമൊരു പർപ്പസിന് വേണ്ടിയല്ല ചെയ്തിട്ടുള്ളത് എന്നുകൊണ്ട് തന്നെ അത് പരിശോധിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. ഗംഗാവല്ലി പുഴയിലേക്ക് ഇത് കൊണ്ടുവരികയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടതാണ്. കാരണം അവിടുത്തെ നമ്മൾ പാടത്ത് ഇറക്കുന്ന അവസ്ഥയല്ല. ഒലിച്ചു വന്ന വലിയ പാറക്കഷ്ണങ്ങളുണ്ട്, തടിയുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് ഉയർന്നു നിൽക്കുന്ന സ്റ്റഡി ആയിട്ട് നിൽക്കാൻ പറ്റും എങ്കിൽ അതിന് കോരി ഇരുവശങ്ങളിലേക്കും അകറ്റിവിട്ട് ഒഴുക്കിനെ തന്നെ ഉപയോഗിച്ച് വേണം അത് ഒലിപ്പിച്ച് കളയാൻ. അല്ലെങ്കിൽ ഇനി വെള്ളം കുറഞ്ഞിട്ട് ഇറക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് അവിടെ തറഞ്ഞു പോകാനാണ് അല്ലെങ്കിൽ പുതഞ്ഞു പോകാനാണ് സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. ഈ 2 സാഹചര്യങ്ങൾ കൂടി പരിഗണിച്ചാണ്. എന്തായാലും ഈ ഉത്തര കന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മിപ്രിയയുമായി ഇന്നലെ സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത്തരമൊരു യന്ത്രം കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള നിർദ്ദേശം വന്നു, ഞങ്ങൾ അത് പരിശോധിക്കുന്നു. ഏകപക്ഷീയമായി സ്വീകരിക്കുന്നതിനപ്പുറത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നാവികസേന ഇറങ്ങുന്നത് ആത്മഹത്യാപരമാണ് എന്ന് പ്രഖ്യാപിച്ച് പിന്മാറിക്കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഇത് കൊണ്ടുവന്ന് ഇറക്കുന്നത് കൊണ്ട് അത് സാധ്യമാണോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ടെക്നിക്കൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഉദ്യോഗസ്ഥരോട് ഇവിടെ വന്ന് ഇത് വിശദീകരിക്കണം. അതിനുശേഷം മാത്രമേ അത് ബോധ്യപ്പെട്ടാൽ മാത്രമേ അവരെ പുഴയിലിറക്കൂ. അതിനുശേഷം മാത്രമേ അനുമതി നൽകൂ. അനുമതി നൽകാത്തത് എന്തുകൊണ്ട് എന്ന് ആണ്. പ്രത്യേകിച്ചും ഇന്നലെ MLA പറഞ്ഞു, ഞാൻ എന്തിനും തയ്യാറാണ്, ഉടൻ തന്നെ കൊണ്ടുവന്ന് ഞങ്ങൾ ഒരു ദിവസം പോലും വേണ്ട എന്നൊക്കെ പറഞ്ഞ സാഹചര്യത്തിലാണ് എന്തുകൊണ്ട് അനുമതി നൽകുന്നില്ല എന്ന് നമ്മൾ ചോദിച്ചത്. അവർ വളരെ കൃത്യമായി പറയുന്നത് ഈ ഒറ്റ പോയിന്റാണ് മൂത്തി. കാരണം കൊണ്ടുവന്നിട്ട് കാര്യമുണ്ടോ എന്ന് ആദ്യം ബോധ്യപ്പെടണം. അതിൻ്റെ കാരണം ഇതാണ്, വലിയ ഒഴുക്കും അതിൽ നിറഞ്ഞു കിടക്കുന്ന ഈ ചെളിക്കും മണ്ണിനും അപ്പുറത്ത് തടിയും കല്ലുമാണ് എന്നുള്ളതാണ്. അത് നമ്മുടെ പാടത്ത്, സാധാരണ കോൾപ്പാടത്തോ വേറെ ഏതെങ്കിലും ഒരു വയലിലോ തോട്ടിലോ കായലിലോ കാണുന്ന അവസ്ഥയല്ല. വലിയ കുത്തൊഴുക്കും അതിനപ്പുറത്ത് ഇമാതിരി പ്രകൃതി ദുരന്തങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്ന വലിയ അപകടകരമായിട്ടൊരവസ്ഥയും ഉള്ളതുകൊണ്ട് അത് എത്രത്തോളം സാധ്യമാകും എന്ന് അവരോട് വന്ന് വിശദീകരിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ശ്രീധര, നമ്മൾ രാവിലെയും ശ്രീധര നോക്കിയപ്പോൾ അവിടെ ഒഴുക്കിന് വലിയ കുറവൊന്നുമില്ല അല്ലേ? ഒഴുക്ക് അതുപോലെ തന്നെ തുടരുന്നുണ്ട്. കാര്യമായിട്ടുള്ള ഒരു കുറവ് വന്നിട്ടില്ല. പ്രത്യേകിച്ച് നോക്കിപ്പോൾ അന്തരീക്ഷം വളരെ മോശമായിട്ടുള്ള അവസ്ഥയിൽ തന്നെയാണുള്ളത്. തെളിഞ്ഞൊരു കാലാവസ്ഥയല്ല. ഇന്നലെ രാത്രിയും മഴ പെയ്തിട്ടുണ്ട്, ഇന്ന് പുലർച്ചെയും മഴ പെയ്തിട്ടുണ്ട്. ഈ മലയ്ക്ക് മുകളിൽ അല്ലെങ്കിൽ വൃഷ്ടിപ്രദേശം എന്നൊക്കെ പറയുന്ന ആ മേഖലയിൽ കാര്യമായിട്ട് മഴ പെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഒഴുക്കിനിയും കൂടാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. ഏറ്റവും ഇതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈശ്വർ മാൽപേ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇന്നലെ നമ്മൾ പറഞ്ഞു കണ്ടാൽ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ടെന്ന്. അതിൻ്റെ ഉപരിതലത്തിൽ ഒഴുക്ക് ഒരുപക്ഷെ കുറവായിരിക്കും, പക്ഷെ അടിയിലേക്ക് പോകുന്തോറും ഒഴുക്ക് വളരെയധികം കൂടുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈശ്വർ മാൽപേ പറയുന്നതനുസരിച്ച് ഒരു 12 നോട്ട്സെങ്കിലും ഒഴുക്ക് അടിയൊഴുക്കായിട്ട് അവിടെ ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യേകിച്ച് ആ പുഴയുടെ
തിരിഞ്ഞു വരുന്ന ഒരു ഭാഗം കൂടിയാണ്. അപ്പോൾ അവിടേക്ക് തീരങ്ങളിലേക്ക് തള്ളി വരുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാവും, വെള്ളം തള്ളി വരുന്ന ഒരവസ്ഥ കൂടി ഉണ്ടാവും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് ഒഴുക്ക് കൂടാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണ്. ഏതായാലും ഈ 12 നോട്ട്സൊക്കെ ഒഴുക്കിലേക്ക് പോവുക എന്നുള്ളത് തീർച്ചയായിട്ടും അത് റിസ്ക് എടുക്കുന്ന ഒരു തുല്യം തന്നെയാണ്. നിലവിൽ ഈ കൊണ്ടുവരുന്ന യന്ത്രം നമുക്ക് ഈ പുഴയുടെ ആ മൺതിട്ടയിലേക്ക് എത്തിച്ചാൽ തന്നെ അത് എത്ര ആഴത്തിലേക്ക് പോകുമെന്ന് കൂടി നമ്മളിനി ചിന്തിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് മണ്ണല്ല പ്രധാനമായിട്ടും, കൂടുതൽ പാറക്കഷ്ണങ്ങൾ, ആൽമരം, ഉറ്റൻ ആൽമരം 2 ഉണ്ടെന്നാണ് ഈശ്വർ മാൽപ്പെ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് പ്രതിസന്ധികൾ അത് ആ മൺതിട്ടയ്ക്ക് അടിയിൽ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം മാറ്റാൻ ഇത് പര്യാപ്തമാണോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തൊക്കെ പറഞ്ഞാലും ഇക്കാര്യത്തിൽ ഇതുവരെ ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഒരു അനുമതി നൽകിയിട്ടില്ല. ഈ വിഷയത്തിൽ ഒരു റിപ്പോർട്ട് തേടിയിരിക്കുകയാണ്. അതായത് കേരള കാർഷിക സർവകലാശാലയുടെ, ഇതിൻ്റെ കസ്റ്റോഡിയനായിട്ടുള്ള കാർഷിക സർവകലാശാലയുടെയും ഇതിൻ്റെ നിർമ്മാണ കമ്പനിയൊക്കെ അധികൃതരാണ് വരുന്നത്. അവരോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഒപ്പം കർണാടകയുടെ എഞ്ചിനീയറും. എനിക്ക് ഇതിനെപ്പറ്റി പറയുമ്പോൾ ഒരു വളരെ കൗതുകകരമായൊരു കാര്യമുണ്ട്. ഞാൻ കുറച്ച് സമയം മുമ്പ് ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഡിസൈൻ ചെയ്യുന്ന വളരെ സീനിയറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുമായി സംസാരിച്ചിരുന്നു. കാർഷിക സർവകലാശാലയിലെ ഒരു വിദഗ്ധനുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞത് ആദ്യം റിപ്പോർട്ട് തേടിയത് നന്നായി, അല്ലെങ്കിൽ ഇത് അവിടെ കൊണ്ടുപോയി നമ്മൾ അവിടെ ചെന്ന് നാണം കെടുന്നതിനേക്കാൾ നല്ലതാണല്ലോ ഇത് ഇപ്പോൾ ആദ്യം പരിശോധിച്ച് വരുന്നത് എന്നുള്ളതാണ്. കാരണം കാർഷിക സർവകലാശാലയിലെ വിദഗ്ധർക്ക് പോലും ഇത് എത്രത്തോളം എഫക്റ്റീവാണ് എന്ന കാര്യത്തിൽ വലിയ ആശങ്കയുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം നമ്മൾ ഒരിക്കലും കേരളത്തിൽ സമാനമായൊരു സാഹചര്യമില്ല. ആ സാഹചര്യത്തിൽ ഇതിന് പകുതിയുള്ള സാഹചര്യത്തിൽ പോലും ഇതിൻ്റെ ഇത്തരത്തിലുള്ള ഒരു എഫിഷ്യൻസി നമ്മൾ പരിശോധിച്ചിട്ടുമില്ല. മോത്തി, അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇന്ന് വന്ന് പരിശോധിക്കുകയാണെങ്കിൽ പോലും ഉത്തര കന്നഡ കളക്ടർ നിയോഗിക്കുന്ന സാങ്കേതിക സമിതിക്ക് മുമ്പാകെ അത് ബോധ്യപ്പെടുത്തുക അത്ര എളുപ്പമായേക്കില്ല.